ഈ വീഡിയോ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റിൽ തകൃതിയായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. അതായത് ഈ അറബ് ലീഗ് മീറ്റിംഗ് കഴിഞ്ഞ് ഈ ഒരു ഈജിപ്തിന്റെ ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ തയ്യാറാക്കി അത് റാറ്റിഫൈ ചെയ്തിട്ട് അമേരിക്ക റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കി നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈജിപ്തിന്റെ ഗാസ റീകൺസ്ട്രക്ഷൻ പ്രപ്പോസൽ അമേരിക്ക റിജക്ട് ചെയ്തത്? അതിൽ ചില പോയിന്റ്സുകൾ അവർ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന പ്ലാൻ, നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് റിജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയാൽ പോലും ഇവരെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇവർ എത്രമാത്രം ഈ പ്ലാൻ ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് കൊണ്ടുവന്നാലും, ഈ അറബ് കൺട്രീസ് എത്രമാത്രം ഫൈൻ ട്യൂൺ ചെയ്ത് ഈ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നാലും ഇവർക്ക് ഹമാസിനെയോ അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനകളെയോ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇവർ നിരുപാധികം പരാജയപ്പെടുന്നത്. ഇതിനകത്ത് ഈജിപ്റ്റ് രണ്ട് കള്ളത്തരങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അമേരിക്കൻ സെനറ്റ് US കോൺഗ്രസിൽ ട്രംപിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഉടനീളം പുള്ളി അഡ്രസ്സ് ചെയ്തത് ഗാസയിൽ നിന്നും ബന്ദികളെ, അതായത് അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള കുറച്ച് ബന്ദികൾ ഉണ്ടല്ലോ ഇതിനകത്ത്, അവരെ ഗാസയിൽ നിന്നും ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവരും എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ടാണ് ട്രംപ് ഈ ഒരു സ്പീച്ച് ഉടനീളം സംസാരിച്ചതും അവസാനിച്ചതെല്ലാം. IDF ഇന്ന് വെസ്റ്റ് ബാങ്കിൽ ജനീൻ ഭാഗത്ത് നടത്തിയ റെയ്ഡില് ഒരു ഹമാസ് തീവ്രവാദി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തുടരെ ജനീൻ ഭാഗത്ത് റെയ്ഡ് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ റെഗുലർ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തിയ റെയ്ഡിലാണ് ഈ ഒരു ഹമാസ് തീവ്രവാദി കൊല്ലപ്പെട്ടത്. പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഹമാസിന്റെ PA അത് നയിക്കുന്ന മഹ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ചില ആൾക്കാർ ഫോറിൻ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവാണ്. കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇടയ്ക്ക് ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റിയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പേ ടു സ്ലേ എന്ന് പറഞ്ഞിട്ട്. അതായത് യഹൂദിനെ ആക്രമിച്ചിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റൈഫൻഡ് പോലെ മന്ത്ലി അവർക്ക് ജീവനോപാധിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒക്കെ കൊടുക്കാറുണ്ട്. ഈ ഒരു എയ്ഡ് ട്രക്ക് നിർത്തിയ ആ ദിവസം തൊട്ട് തന്നെ ഹമാസ് ഈ സാധനങ്ങളുടെയൊക്കെ വില ഗാസയ്ക്കുള്ളിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സാധനങ്ങൾക്കും ഇപ്പൊ ഇരട്ടി വിലയാണെന്നാണ് കേൾക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇവന്മാർ. ഇതൊന്നും ആരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് കാര്യം, അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഹമാസ് അവർ എല്ലാവരും കൂട്ടത്തോടെ ഹമാസായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പോലും പുറത്തറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അബ്ബാസിന്റെ സഹായിയായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇവർ ഒരു സെപ്പറേറ്റ് ഏജൻസിയെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ജയിലിൽ നിന്ന് മടങ്ങി വരുന്ന ആൾക്കാർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഗവൺമെന്റുമായിട്ട് ബന്ധമില്ലാത്ത വേറെ മാർഗങ്ങളിലൂടെ ഫണ്ടുകൾ സ്വീകരിച്ച് ചില പ്രത്യേക സംഘടനകളിലൂടെ ഈ ഒരു ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാർക്ക് ഈ പൈസ ഗ്രാന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറെ സ്ഥലങ്ങളിൽ ഫണ്ട് പിരിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഫണ്ട് നിർത്തി എന്ന് കേട്ട അന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് നിർത്തുക എന്നുള്ളത് ജസ്റ്റ് ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി ഒരു നമ്പർ മാത്രമാണ്. അവർ വേറൊരു സംഘടന ത്രൂ ഈ ഫണ്ട് കൊടുക്കുന്നവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ കീഴിൽ വളരെ ചെറിയ അക്ഷരങ്ങളിൽ അത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് അത് നമ്മുടെ പ്രേക്ഷകർക്ക് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഉഡായ്പിലൂടെ ഫണ്ട് കൊടുക്കാൻ പോകുന്നുള്ളത്. അപ്പൊ ആ ഉഡായ്പ് ഇന്ന് പൊതുവെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വൈസ് പ്രസിഡന്റ് ഷെരീഫ് എന്നാണ് അയാളുടെ പേര്. ഇയാളാണ് ഈ ന്യൂക്ലിയർ ടോക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുറം രാജ്യങ്ങളിലൊക്കെ പോയി സംസാരിക്കുന്നത്. അപ്പൊ അയാളുടെ മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ പല കാര്യങ്ങൾ അതിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അയാൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ന്യൂക്ലിയർ ഡീലുമായിട്ട് താല്പര്യമുള്ള കക്ഷിയാണ്. ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ചെന്ന് അയാൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സംസാരം ശരിക്കും ഇറാന്റെ ഉള്ളിലുള്ള ലീഡേഴ്സിന് താല്പര്യപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് തെഹ്റാനിൽ വന്ന് ലാൻഡ് ചെയ്ത പാടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാര്യം ഇയാളുടെ സംസാരം, ഇയാൾ കുറെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചും ഇറാന് താല്പര്യമുണ്ട്, ഇറാന് താല്പര്യം ഇല്ലാതെ എന്തെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിലിരുന്ന് ഇറാന്റെ കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസും തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വരിക എന്ന് പറഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഗ്ലോബലി ഇത് വലിയൊരു വിഷയമാവും, വേൾഡ് എക്കണോമിക് ഫോറത്തിലൊക്കെ സംസാരിച്ചിട്ട് പോയതല്ലേ. അതിന്റെ പേരിൽ ഒരു അറസ്റ്റ് നടത്തി അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയി കഴിഞ്ഞാൽ ഇറാന് ഓൾറെഡി തന്നെ നല്ല രീതിയിലുള്ള പേരുദോഷമുണ്ട്. അവിടുത്തെ നിയമങ്ങളും നിയമ നടപടികളും ഈ തൂക്കിക്കൊല്ലലും ഇങ്ങനത്തെ ഇതൊക്കെ കുറിച്ച് അവിടെ ഭയങ്കരമായിട്ട് ചർച്ചയുണ്ട്. ഗ്ലോബലി തന്നെ നല്ല രീതിയിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരിത് ജസ്റ്റ് ഒന്ന് അങ്ങ് സൈലന്റ് ആക്കി വെച്ചിട്ട് ഇയാളെ അപ്പം തന്നെ റിലീസ് ചെയ്തിട്ട് നിരന്തരം ഇയാളുടെ മേളിൽ പ്രഷറാണ്. അയാൾ ഇപ്പൊ 2ാമത്തെ തവണയാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് വീണ്ടും റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മസൂദ് പെസസ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ് ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ലെബനാന്റെ പ്രസിഡന്റ് ആവോൺ സൗദി അറേബ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇസ്രായേലിനെ ലെബനാന്റെ ഉള്ളിൽ നിന്നും എത്രയും വേഗം നിങ്ങൾ പുറത്താക്കണം. ഇതാണ് MBS വെച്ചിരിക്കുന്ന റിക്വസ്റ്റ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഈ സൗദി അറേബ്യ ഒരു സൈഡിൽ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുടെ അടുത്തൊക്കെ ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഇസ്രായേലുമായിട്ട് നോർമലൈസേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻഗണന എടുക്കുന്നതും ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യവും
ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ എത്രയും വേഗം നോർമലൈസേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം സൗദി അറേബ്യ തന്നെയാണ്. സൗദി അറേബ്യ പക്ഷേ മറ്റുള്ള രാജ്യങ്ങളോട് ഭയങ്കര പ്രഷറാണ്. നിങ്ങൾ ലബനാനിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പുറത്താക്കണം, സിറിയയുടെ ബോർഡറിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കണം. ഈ പുറത്താക്കിയിട്ട് എന്ത് ചെയ്യാൻ പോകണം? ഇവിടെയൊക്കെ സൗദിക്ക് എന്താണ് റോൾ എന്ന് തന്നെ നമുക്കറിയത്തില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അറബ് നേഷൻ, ഈ അറബ് ലീഗുമായിട്ട് എവിടെയെങ്കിലും നെഗോസിയേഷൻ പോയിന്റിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യ ആയിരിക്കും അതിന്റെ ലീഡിംഗ് ചെയറിൽ വന്നിരിക്കുക എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് ആ സൗദി അറേബ്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MBS ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിപ്പറക്കി എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ലബനാൻ ഇഷ്യൂ, സിറിയ ഇഷ്യൂ, കാരണം ഇതൊക്കെ നെഗോഷിയേഷൻ ടേബിൾ വരുമ്പോഴത്തേക്കും ഈച്ച് പോയിന്റ് നീഡ് ടു ബി നെഗോഷിയേറ്റഡ്. എവിടെയൊക്കെ നമുക്ക് കൺസേൺ ഉണ്ടോ അവിടെയൊക്കെ കൺസെൻസസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പറക്കി എടുക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ, അതായത് ലബനാനുമായിട്ട് ഇഷ്യൂ ഉണ്ട്, സിറിയയിൽ ഇഷ്യൂ ഉണ്ട്, ഇവിടെ എല്ലാം പ്രശ്നമുണ്ട് എന്ന് ഇങ്ങനെ വരുത്തി തീർക്കുകയാണ്. കാരണം അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് കൺട്രികളെ നിലനിർത്തി പോകണമല്ലോ. കാരണം MBS മാത്രം ടേബിളിൽ എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ പിന്തുണയ്ക്കുന്ന, അതായത് സൗദി അറേബ്യയുടെ വാദത്തിനെ പിന്തുണയ്ക്കുന്ന, അതിനെ അനുകൂലിക്കുന്ന നിലപാട് അതാ പർട്ടിക്കുലർ രാജ്യത്ത് നിന്ന് വരണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലബനാൻ എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇസ്രായേലിന്റെ സേഫ്റ്റി ഇസ്രായേൽ ഉറപ്പുവരുത്തും. ഇസ്രായേൽ അവിടെ 5 മിലിറ്ററി ചെക്ക് പോയിന്റുകൾ വിത്ത് ബഫർ സോണോടുകൂടി ലബനാന്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കും. നസറുള്ളയുടെ മക്കൾ, നസറുള്ള അറിയാലോ, അതായത് ഈ ഹെസ്ബുള്ളയുടെ ലീഡറായിട്ട് ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് ഇസ്രായേൽ ഇട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ നസറുള്ളയുടെ, ഹെസ്ബുള്ളയുടെ ലീഡറിന്റെ മലയാളി ഹമാസ് ടീം ആവേശത്തോടു കൂടി ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുപോയ ഈ നസറുള്ള, മരിച്ചുപോയ നസറുള്ള, കൊല്ലപ്പെട്ട നസറുള്ള, ഈ നസറുള്ളയുടെ മക്കൾ പറയുന്നത് ഈ പേജർ അറ്റാക്ക് നടത്തിയല്ലോ ഇസ്രായേൽ, ഈ പേജർ അറ്റാക്ക് നടത്തിയത് അത് തന്നെ ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു നസറുള്ളക്ക് എന്നാണ്. ഈ പേജർ അറ്റാക്കിന്റെ വിഷയം കഴിഞ്ഞ് ആഴ്ചകളോളം പുള്ളി അത് ഓർത്ത് കരച്ചിലായിരുന്നു എന്നാണ്. ലീഡർ, അതായത് ഒരു ലീഡറിന് പറ്റിയ ഒരു അബദ്ധം എന്നുള്ള നിലയിൽ നസറുള്ളയാണ് ഈ ഒരു പേജർ ഐഡിയ സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനെ ഓർത്ത് പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു. അതിനുശേഷം ഇതിനെ ഓർത്ത് ഡിപ്രഷനിലായിരുന്നു പുള്ളി എന്നാണ് അവരുടെ മക്കൾ പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈജിപ്റ്റ് പ്രൊപ്പോസ് ചെയ്ത ആ ഒരു പ്ലാനിലേക്ക് വരാം. ഈജിപ്റ്റ് ഗാസയുടെ പുതിയ റിവേറിയ പ്ലാൻ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതാണ് ഒരു പ്ലാൻ. ഇങ്ങനെ ഒരു 3D ഇമേജ് ഒക്കെ റെഡിയാക്കി ട്രംപിനെ എങ്ങനെയെങ്കിലും സൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അറബിക് കൾച്ചറിലുള്ള ചില വില്ലകൾ, അതേപോലെ തന്നെ ചില വീടുകളൊക്കെ, കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. $53 ബില്യൺ ആണ് ഇതിന്റെ ഒരു പ്രാഥമിക ചെലവായിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഒരു $5 ബില്യൺ കൂടെ അഡീഷണൽ അപ്പ് ആൻഡ് ഡൗൺ വന്നേക്കാം. അതൊരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടലി ഒരു 58 ബില്യൺ, ലെറ്റ്സ് സേ $60 ബില്യൺ ചെലവ് വരുന്ന ഒരു പദ്ധതി, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ അവർ മുന്നോട്ട് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഈജിപ്തിന്റെ പ്രൊപ്പോസൽ വരുമ്പോഴത്തേക്കും ഈജിപ്റ്റ് കാണിക്കുന്ന ചില മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സീരീസ് ഓഫ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഈജിപ്ഷ്യൻ പ്ലാന് പൊളിയും എന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഈ ഹമാസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ഹമാസിന്റെ ഐഡിയോളജിയെ അനുകൂലിക്കുന്ന, അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ 85%, 90% സാധ്യതയുള്ള ആൾക്കാരാണ് ഈജിപ്റ്റ്. പിന്നെ അവർ വെക്കുന്ന പ്രപ്പോസൽ എങ്ങനെയായിരിക്കും? തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരിക്കും അവരുടെ പ്രപ്പോസൽ വരിക. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു പ്രഡിക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമില്ല, ഇവര് ഇസ്രായേലിന്റെ വീക്ഷണത്തിലൂടെ, അമേരിക്കയുടെ വീക്ഷണത്തിലൂടെ വേണം കണ്ടിട്ട് ഈ ഒരു പ്ലാൻ അഥവാ ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഇവർക്ക് സക്സസ് കിട്ടത്തില്ല. 100% അങ്ങനെയായിരിക്കും. കാര്യം വേറെ ഒന്നുമില്ല, ഇസ്രായേലിന് ആക്രമണം വരാത്ത രീതിയിൽ, ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഇനി ഒരു തീവ്രവാദ ആക്രമണം നടക്കാത്ത രീതിയിലുള്ള ഒരു പ്ലാൻ വേണം ഇവർ പ്രപ്പോസ് ചെയ്യാൻ. അത് ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പൊ ഇന്ന് ഈ അബ്ദുൽ ഫത്താഹ് എൽ അസീസി ഈ ഒരു പ്ലാനുമായിട്ട് കൊണ്ടുപോയി, ഈ പ്ലാൻ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും അതെടുത്ത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നത് ചവിറ്റുകോട്ടയിൽ ഇട്ടിരിക്കുകയാണ്. കീറി പറിച്ച് ഇങ്ങനെ വലിച്ചു കീറി ചവിറ്റുകോട്ടയിൽ ഇട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേ വാക്ക് തന്നെയാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. ആദ്യം നമുക്ക് അമേരിക്ക എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ റിജക്ട് ചെയ്തത് എന്ന് നോക്കാം. ഈ പ്ലാൻ അമേരിക്ക റിജക്ട് ചെയ്ത പ്ലാനാണ്. പക്ഷെ ഇതിന് മുമ്പ് തന്നെ ഇവർ അക്സെപ്റ്റൻസ് മേടിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് നോക്കൂ. പാലസ്തീനിയൻ അതോറിറ്റി അക്സെപ്റ്റഡ് ആണ് ഈ പ്ലാൻ. ഹമാസ് അക്സെപ്റ്റഡ് ആണ് ഈ പ്ലാൻ. ഹമാസ് പൂർണ്ണ തൃപ്തിയുണ്ട് ഹമാസിന് ഈ ഒരു പ്ലാനിൽ. അറബ് ലീഗ് എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടി ഇവർക്കെല്ലാം അക്സെപ്റ്റഡ് ആണ് ഈ പ്ലാൻ. അതായത് ഈജിപ്ഷ്യൻ പ്ലാനിൽ നിന്ന് ഒരു തിരുത്തലും വരുത്തുന്നില്ല. ഇവരുടെ കയ്യിൽ ആരുടെ കയ്യിലും പ്ലാൻ ഇല്ല. ഈജിപ്റ്റ് ആണ് തട്ടിക്കൂട്ടി പ്ലാൻ ഉണ്ടാക്കിയത്. ആ പ്ലാൻ ഒറ്റ പ്ലാനേ ഉള്ളൂ. ഇവർക്കൊരു ABC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവർ കൊണ്ടുപോയില്ല. ഇവർ എത്രമാത്രം മണ്ടന്മാരാണെന്നൊന്ന് ആലോചിച്ചു. ABC പ്ലാൻ കൊടുത്തൂടെ? അപ്പൊ ഇവർക്ക് ആർക്കും ഇതിന്റെ പുറകിൽ ഇറങ്ങി തിരിച്ച് പ്ലാൻ ഉണ്ടാക്കാനുള്ള, ഒന്നെങ്കിൽ ഇവർക്ക് പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും ഇത് ഏറ്റെടുക്കാൻ വയ്യ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗാസ ജനങ്ങൾ എങ്ങനെയും തൊലഞ്ഞു പോട്ടെ എന്നുള്ള വിചാരം. എഫക്റ്റീവ് ആയിട്ട് ഒരു അവസരം കിട്ടുമ്പോഴത്തേക്കും ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വിചാരിക്കുന്നത്? നമ്മളൊരു എക്സാമിന് പോകുന്നുണ്ട്, ആ എക്സാം എങ്ങനെയും നന്നായിട്ട് എഴുതി പാസ്സാവണമെന്നല്ലേ വിചാരിക്കും. ഗാസയ്ക്ക് ഒരു പ്രപ്പോസൽ പ്ലാനും നിങ്ങളുടെ അടുത്ത് ഇടാൻ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സ്വന്തം സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിക്കൊണ്ട് പോയി.
അത് മൂപ്പരുടെ ഓഫീസോടെ ഞങ്ങൾ അത് വിശകലനം ചെയ്യാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 എന്ന് പറഞ്ഞ 2-3 പ്ലാൻ എടുത്തോണ്ട് പോയിക്കൂടെ? അതിനൊക്കെ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അങ്ങനെ ഇവർ ഒറ്റ പ്ലാനുമായിട്ട് പോയി. ആ പ്ലാനാണ് എടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടത്. ഇതിനകത്ത് ഇവർക്ക് ഗണ്ണിക്കാൻ പറ്റാത്ത 2-3 പോയിന്റുകൾ USA ലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന്റെ സ്പോക്സ് പേഴ്സൺ ആണ് ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തത്. ഇതിനകത്ത് മിസ്സിംഗ് പോയിന്റ് എന്ന് പറയപ്പെടുന്നത്, ഇതിനകത്ത് ഈ ഫണ്ട് ഈ 53-58 ബില്യൺ ഡോളർ എന്ന് പറയുന്നത്, ഈ ബില്യൺ ഡോളർ എവിടെ നിന്ന് വരും? ഇതിന്റെ സോഴ്സ് എവിടെ? ഇത് ഏത് കൺട്രി കയ്യിൽ നിന്നാണ് ഇത് മേടിക്കുന്നത്? ഇത് ആരാണ് ഈ ഫണ്ട് തരുന്നത്? ഈ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ആരാണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും അതിനകത്തില്ല. നമ്പർ 1. അതായത് ബേസിക്കലി ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറെ ഇവർ ഈ എസ് പോലെ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഇവരുടെ കയ്യിൽ ഒരു രീതിയിലുള്ള പ്ലാനോ തയ്യാറെടുപ്പുകളോ ഒന്നും തന്നെ ഇവർ മുന്നോട്ട് വെച്ചില്ല. ഇവർ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഇത്രമാത്രം ബഡ്ജറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ABC ഇട്ട് അങ്ങ് പോയിരിക്കുകയാണ്. അത് വളരെ ഈസി ആയിട്ട് അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. അവിടെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ US അഡ്മിനിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ഇതിന് തിരിച്ച് കൗണ്ടർ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. രണ്ടാമത്, ഹമാസിന്റെ റോൾ എന്താണ്? ഹമാസിനെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഹമാസ് നിങ്ങൾ എവിടെ മാറ്റി പാർപ്പിക്കും? ഹമാസ് ആ ഗാസ സ്ട്രിപ്പിൽ തന്നെ ഉണ്ടാകുമോ? ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസും അതിനകത്തില്ല എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ കീ പോയിന്റ്. മൂന്നാമത്തെ കീ പോയിന്റ്, ഹു വിൽ റൂൾ ഗാസ? ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഗാസയെ നയിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ? ഈ 3 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നും ഇത് തന്നെയാണ് പ്രശ്നം, ഇന്നും ഇത് തന്നെയാണ് പ്രശ്നം. 3 ചോദ്യങ്ങൾക്കും ഈജിപ്തിന്റെ ഭാഗത്ത് ഉത്തരമില്ല. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ നടക്കില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഈജിപ്ത് കാണിച്ച ഉടായ്പ എന്താണെന്ന് ഞാൻ പറയാം. ഈജിപ്ത് എങ്ങനെയാണ് അബ്ബാസിനെ, അതായത് പാലസ്തീനിയൻ അതോറിറ്റിയുടെ അബ്ബാസിനെ സമ്മതിപ്പിച്ചത്? പാലസ്തീനിയൻ അതോറിറ്റി തന്നെ ഗാസയെ റൂൾ ചെയ്യും എന്നുള്ളത് ഒരു ന്യൂസ് ചാനലിൽ ഇതേ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ഈ ഒരു ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാനിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ആ TV ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഗാസയിൽ പാലസ്തീനിയൻ അതോറിറ്റി ആയിരിക്കും റൂൾ ചെയ്യുക എന്നുള്ളത്. നമ്പർ 1, ഈ പോയിന്റ് അമേരിക്കയ്ക്ക് കൊടുത്ത റിപ്പോർട്ടിൽ വെച്ചിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ്, ഹമാസിനെയും ഇവർ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതായത് പാലസ്തീനിയൻ അതോറിറ്റി ആയിരിക്കും ഉള്ളിൽ വരിക. അപ്പൊ അതുകൊണ്ട് ഹമാസും പാലസ്തീനിയൻ അതോറിറ്റി വരാൻ വേണ്ടിയിട്ട് ഓക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പാലസ്തീനിയൻ അതോറിറ്റി ആയാലും ഹമാസ് ആയാലും അവർക്ക് സെയിം തന്നെയാണ്. ഹമാസിന് വേണ്ടിയിട്ട് കൊള്ളൂത്ത് നടത്തുന്ന ആൾക്കാരാണല്ലോ ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി. പിന്നെ അവർ വന്നാലെന്ത്, ഇവർ വന്നാലെന്ത്? അവർ തമ്മിൽ പൊളിറ്റിക്സിൽ ഗാസയ്ക്കുള്ളിൽ ഫത്തേ പാർട്ടിക്കും ഹമാസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഇസ്രായേലിനെതിരെ നിൽക്കണം എന്ന് വരുമ്പോഴത്തേക്കും ഇവരെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഹമാസ് ആയാലും എന്ത്, പാലസ്തീനിയൻ അതോറിറ്റി ആയാലും എന്ത്, നമുക്കൊരു കുഴപ്പമില്ല. കാരണം പാലസ്തീനിയൻ അതോറിറ്റിക്കുള്ളിൽ എങ്ങനെ ഹമാസിനെ കയറ്റിയിരുത്തണം എന്നുള്ളത് ഹമാസിന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല. ഇനി ഈജിപ്റ്റ് ആണ് ഇവിടെ ഗാസയിൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഹമാസിനെ എങ്ങനെ ജീവിക്കണം എന്നറിയാം. അതുകൊണ്ട് ഹമാസിനെ അത് ബാധിക്കുന്ന വിഷയമേ അല്ല. അതുകൊണ്ട് ഇനി ഇവർ ടെലിവിഷൻ ചാനലിൽ പറഞ്ഞു പറ്റിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്. TV ചാനൽ അൽ കെഹ്റ എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഈ ഇന്റർവ്യൂ നടന്നത്. 6 മാസത്തിനുള്ളിൽ, അതായത് ഈ ഒരു കരാർ അംഗീകരിച്ച ആ ദിവസം മുതൽ വിതിൻ 6 മന്തിൽ ട്രാൻസിഷണൽ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി, അവരൊരു ട്രാൻസിഷണൽ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി അത് ഉണ്ടാക്കിയിട്ട് അത് ത്രൂ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ഇവർ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇവർ പറയുന്നത്, ആ കമ്മിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് കമ്മിറ്റി ആയിരിക്കും. എന്താണ് ഇവർ ഇൻഡിപെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻഡിപെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹമാസിന്റെയോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് പാലസ്തീനിലുള്ള ഗ്രൂപ്പുകളുടെയോ ഒരു രീതിയിലുള്ള പിന്തുണയും ഇല്ലാണ്ട്, അവരുടെ ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിട്ടായിരിക്കും ഈ ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? വാട്ട് ഈസ് ദ പർപ്പസ് ഫോർ ദിസ്? അവിടെ ആൾക്കാരുമായിട്ട് ബന്ധമില്ലാതെ, അവിടുത്തെ ആൾക്കാരുടെ സഹായമില്ലാണ്ട് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവര് പിന്നെ ആകാശത്ത് നിന്ന് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുമോ? ഒരിക്കലുമില്ല. ആ കമ്മിറ്റി ശരിക്കും അറബിക് ലാംഗ്വേജിലുള്ള അറബ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും ഗാസയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ആയിരിക്കും. അല്ലാതെ ഒരു കമ്മിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഗാസയെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഏലിയൻ ആയിട്ട് ഒരാൾക്കാരെ കൊണ്ട് അവിടെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഹമാസിന് വളരെ പെട്ടെന്ന് തന്നെ ചൂഷണം ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഹമാസ് ആരാണ്, പൊതുജനം ആരാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. അവർക്ക് ഒരു നോളജും ആ സ്ഥലത്തിനെ കുറിച്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഒരു ടോട്ടൽ പരാജയമാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ അറബ് സമൂഹത്തിനെ പെട്ടെന്ന് പറ്റിക്കാനൊക്കെ പറ്റുമായിരിക്കും. ഈ TV ചാനലിൽ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ്. കാരണം പാലസ്തീനിയൻ അതോറിറ്റിയെ അവർ ഇതിനകത്ത് കൊള്ളിക്കും. അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ ശേഷം, അതായത് ഈ ഒരു കമ്മിറ്റിയിൽ ഈ കമ്മിറ്റി സ്ലോലി ചേഞ്ചിങ് ടു പാലസ്തീനിയൻ അതോറിറ്റി. അതായത് ഈ ഒരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റിയെ ഇവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ പൂർത്തിയായി വരുന്ന മുറയ്ക്ക് ഇവര് ഇതിനെ പാലസ്തീനിയൻ അതോറിറ്റിക്ക് ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഈ പാലസ്തീനിയൻ അതോറിറ്റി അവിടെ വേണ്ട എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീണ്ടും പാലസ്തീനിയൻ അതോറിറ്റി, അതായത് വളഞ്ഞു മൂക്കുപിടുത്തം, അതിനാണ് സംഭവം.
അപ്പൊ മനസ്സിലായല്ലോ കാര്യം. ഇതാണ് ഇവർ കാണിച്ച ഉടായ്പ്. ഇവർ എന്തുകൊണ്ടാണ് ഈ TV ചാനലിൽ ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റിക്ക് ഞങ്ങൾ കൈമാറും എന്ന് പറഞ്ഞത്? ഫത്തേ പാർട്ടി അഥവാ മെഹ്മൂദ് അബ്ബാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഹമാസിനെ ധരിപ്പിക്കുകയും ചെയ്യണം, ഇത് പാലസ്തീനിയൻ അതോറിറ്റിക്ക് തന്നെ ഞങ്ങൾ കൊടുക്കും അറ്റ് ദ എൻഡിൽ ഇത് പാലസ്തീനിയൻ അതോറിറ്റിക്ക് തന്നെ കൊടുക്കും എന്നുള്ള രീതിയിൽ ഹമാസിനെ ധരിപ്പിക്കണം. അപ്പൊ ആ രീതിയിൽ പലരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഉടായ്പകളും ഇറക്കിക്കൊണ്ടാണ് ഈ ഒരു ഗാസയിലുള്ള ഈ ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ ഈജിപ്ത് തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിപ്പം ട്രംപിന്റെ ഓവൽ ഓഫീസിൽ ചവിട്ടുകൊട്ടയിൽ കിടക്കുകയാണ്. ഈ ഈജിപ്തിന്റെ ഒരു പ്രപ്പോസൽ കണ്ടിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓസ്ലോ കരാറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഒരു വിലയിരുത്തൽ. മനസ്സിലായല്ലോ? അതായത് ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ്, അതാണല്ലോ ഈ ഓസ്ലോ കരാർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ ബിൽ ക്ലിന്റൺ ഒക്കെ അതിൽ വളരെ വിദഗ്ധനാണ്. ഈ ഒരു ഈജിപ്ഷ്യൻ റെപ്രസെന്റേറ്റീവ്സ് തീർച്ചയായിട്ടും ഇതിന് മുമ്പുണ്ടായിരുന്ന ഒബാമ ഭരണകൂടമില്ലേ, ബൈഡൻ ഭരണകൂടം, അവരുമായി ഡിസ്കസ് ചെയ്തിട്ടാണോ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ഡൗട്ടും കൂടി അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതായത് 53 ബില്യൺ മുടക്കിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ എല്ലാം ഒരു 10 വർഷം കഴിഞ്ഞ് വീണ്ടും നശിച്ചു പോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ വീണ്ടും അവിടെ നടത്താനുള്ള രീതിയിൽ, വീണ്ടും ഇസ്രായേലിനെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ നമുക്ക് വേണ്ടെന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിനെ റിജക്ട് ചെയ്ത് തീർപ്പാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.